പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. രക്ഷകനായ യേശുക്രിസ്തു തന്റെ ശ്രീഹന്മാരുടെ തലവനായ മാർ പത്രോസിന് നൽകിയ ആ വലിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് അന്ത്യോക്യ ശ്ലൈഹിക സിംഹാസനം. അന്ത്യോക്യയുടെ മണ്ണിൽ മാർ പത്രോസ് സ്ഥാപിച്ച ഈ സിംഹാസനം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉറവിടമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. അവിടെയാണ് ക്രിസ്തു ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഭൂമിശാസ്ത്രപരമായി അന്ത്യോക്യ ദൂരെയാണെങ്കിലും ഓരോ യാക്കോബായ വിശ്വാസിയുടെയും ഹൃദയമിടിപ്പാൻ ആ ശ്ലൈഹിക സിംഹാസനവുമായി ചേർന്നു നിൽക്കുന്നു. നിക്കിയ സുന്നോദോസ് ഉറപ്പിച്ച സത്യവിശ്വാസത്തിന്റെ കാവലാളായി, പിതൃത്വത്തിന്റെ തണലായി ആ സിംഹാസനം ഇന്നും നമ്മെ നയിക്കും. കാലങ്ങൾ മാറി, തലമുറകൾ കടന്നുപോയി. ഇന്ന് ആ പത്രോശ്ലീഹായുടെ 123ാമത് പിൻഗാമിയായി പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രികർക്കീസ് ബാബ ആ ശ്ലൈഹിക ദൗത്യം തുടരുന്നു. ആ ശ്ലൈഹിക സിംഹാസനത്തോടുള്ള അചഞ്ചലമായ വിശ്വാസ്യത നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യയെ മറക്കില്ല. അന്ത്യോക്യ മറങ്കരമെന്തെന്ന് നീണാണ് വാഴ്ത്തി.